എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെറ്റില ചെടിയെ പറ്റിയാണ്. അധിക വീട്ടിലുണ്ടാവും വെറ്റില ചെടി. വീടിൻ്റെ കന്നിമൂലയിൽ നടാൻ ഏറ്റവും യോജിച്ച ചെടിയാണ് വെറ്റില ചെടി. ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് ദിശ വെറ്റില ചെടി നട്ടു വളർത്തുന്നത് ഐശ്വര്യദായകമാണ്. സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാൻ വെറ്റില ചെടികൾ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. വെറ്റില ചെടിയുടെ ചുറ്റുമുള്ള സ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വെറ്റില വീട്ടിൽ വളർത്തുന്നത് പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കാനും കുടുംബത്തിന് സമാധാനം നിലനിർത്താനും വളരെ നല്ലൊരു ചെടിയാണ്. വെറ്റില മംഗളകർമ്മങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത വെറ്റില മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വെറ്റില വളർത്തുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം എന്ന് പറയുന്നത്. വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്നു സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠഭഗതിയും വലത്തുഭാഗത്ത് പാർവതീദേവിയും ഇടത്തുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവന് സ്തുതി ചെയ്യുന്നു. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുക്കുന്ന സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താംബൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരിലക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലക്കുണ്ട്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ടുപരിപാലിക്കുന്നത് വളരെ നല്ലതാണ്. വീടിൻ്റെ കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വെറ്റില ചെടി നട്ടു വളർത്തുന്നത് ഐശ്വര്യദായകമാണ്. മാത്രവുമല്ല, ഈ ചെടി വളരുന്തോറും സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വെറ്റില ചെടി വീട്ടിൽ നട്ടു പരിപാലിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് വെറ്റില ചെടിയുടെ പരിസരം എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കണം. സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ ഭവനത്തിന് ഐശ്വര്യം വരും എന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിന് മുകളിൽ വെറ്റില ചേർത്ത് മാലയാക്കി തോരണം ഇടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറക്കുമെന്നാണ് വിശ്വാസം. ഹനുമാൻ സ്വാമിക്കും ഏറെ പ്രിയങ്കരമായ ഒന്നാണ് വെറ്റില മാലകൾ. കാരണം രാമൻ്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു. ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലകൾ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലകൾ സമർപ്പിക്കുന്നത് ശനിദോഷ ശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ഉത്തമമാണ്. വീട്ടിൽ വളർത്തുന്ന വെറ്റില ചെടികൾ വാടിയിരിക്കുക, കീറുക, കരിമ്പുള്ളികൾ എന്നിവ കാണുമ്പോൾ പറിച്ച് കളയണം. ഇതുമാത്രമല്ല, വെറ്റില ഒരു ഔഷധ സസ്യം കൂടിയാണ്. വെറ്റില ചെടി നല്ലൊരു വേദനാ സംഹാരി കൂടിയാണ്. വെറ്റില അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക, വേദനയ്ക്ക് ശമനം ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമസ്കാരം.